ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയും നായികന്മാരായിട്ട് വരുന്ന പുതിയ സിനിമ നുണക്കുഴിയുടെ ട്രെയിലറുണ്ട്. പക്ഷേ ഈ ട്രെയിലർ കാണാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഇതിൻ്റെ ഡയറക്ടർ ജീത്തു ജോസഫാണ്. പുള്ളി ഇപ്പോൾ ഈയിടെ കൊണ്ടുവരുന്ന എല്ലാ സിനിമകളും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കൂടെയാണ് അദ്ദേഹം വരുന്നതെങ്കിൽ പിന്നെ സൂപ്പറായിരിക്കും. ബട്ട് മറ്റ് അഭിനേതാക്കളോട്ട് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആ ഒരു ബാറിൽ നിന്ന് കുറച്ച് താഴേക്കാണ് പോകാറുള്ളത്. എനിവേസ് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നിയത് ഒരു കോമഡി ഒരു ടൈപ്പ് സിനിമയാണെന്ന്. കാരണം അതിൻ്റെ പോസ്റ്റർ തമ്പൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കൂടാതെ ഗ്രേസ് ആൻ്റണി ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ചെറിയ കാസ്റ്റ് അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കളിക്കളം, പടക്കളം, ആ ഒരു ടോൺ തന്നെയുണ്ട്. നിഖില വിമൽ ഉണ്ടെന്നുള്ളത് മുമ്പ് അറിഞ്ഞായിരുന്നു. പക്ഷേ ട്രെയിലറിൽ അവസാനമാണ് കാണിച്ചത്. അപ്പോൾ അതുവരെ പുള്ളിക്കാരിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിലെന്തായാലും കുറേ കോമഡികളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ അത് ആ സിനിമയുടെ ഫ്ലോയിൽ തന്നെ കാണണം, എന്നാലേ അത് നന്നായിട്ട് ചിരിക്കാനുള്ളൊരു വകുപ്പായി മാറുമോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും പുഞ്ചിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കങ്ങനെ വലിയ ചിരിക്കാൻ മാത്രമൊന്നും തോന്നിയില്ല. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. കോമഡി ചെയ്യാൻ പറ്റുന്ന വളരെ സട്ടിലായിട്ട് ഉള്ള പെർഫോമൻസും കൊണ്ട് തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. അജു വർഗീസ് ഉണ്ട്, ബൈജു ചേട്ടനുണ്ട്, സിദ്ദിഖുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു താരനിര ഈ സിനിമയിലുണ്ട്. പിന്നെ ആ സ്റ്റോറി ടെല്ലിങ് രീതി, അതിനു മുമ്പ് പറയേണ്ടത് ട്രെയിലറിൽ തന്നെ അവരെത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ്. കാരണം ട്രെയിലറിൽ മറ്റേ ആ ഭിത്തിയിലൊക്കെയാണ് ഡീറ്റെയിലൊക്കെ എഴുതി വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ പോലും അവർ അത്രയും ഇൻപുട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഓരോ കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതിനെക്കുറിച്ചും ഉള്ള സിമ്പിളായിട്ടുള്ള ഒരു ചിത്രീകരണം അവർ നടത്തിയിട്ടുണ്ട്. ഒരു റിച്ച് മാൻ, അതുപോലെ തന്നെ പൈസയുള്ള ഒരാൾ, അങ്ങനെയൊക്കെ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ട ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടായിരിക്കും ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു കപ്പിള്, പിന്നെ ഒരു സിനിമ നിർമ്മിക്കാൻ നടക്കുന്ന ഒരു ഗ്രൂപ്പ്, കേസ് അന്വേഷണമായി നടക്കുന്ന പോലീസുകാർ. അപ്പോൾ ഇവരെല്ലാവരും ചെന്നെത്തുന്നത് മിക്കവാറും ഒരു സംഭവത്തിലേക്ക് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകും. അത് മിക്കവാറും ഒരു കേസ് അന്വേഷണം ആയിരിക്കും. ഒബ്വിയസ്ലി ഇപ്പോൾ ജീത്തു ജോസഫിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന സിനിമകളിൽ നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ളൊരു കേസ് അന്വേഷണവും അതിൻ്റെ ഒരു സസ്പെൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ കുറച്ച് സീരിയസ് ആയിരുന്നു. എസ്പെഷ്യലി നേര് സിനിമയിൽ ആണെങ്കിൽ പോലും നമുക്കറിയാം വളരെ സീരിയസ് ആയിട്ടാണ് ആ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ തികച്ചും ഒരു കോമഡി ലൈനിലാണ് സിനിമ പോകാൻ പോകുന്നതെന്നുള്ളത് ക്ലിയറാണ്. ആൻഡ് അതിന് പറ്റിയ ആൾക്കാരെയാണ് അവർ കാസ്റ്റും ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കാണുന്നതിന് മുമ്പും കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ശരിക്കും നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട് ഈ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.